പോലീസ് സ്റ്റേഷനിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ബാഹ്യ ഇടപെടലുകൾക്കെതിരെ ഉറച്ച നിലപാടുകാരനായ SI PR മനോജ് മയക്കുമരുന്ന് മണൽ മാഫിയക്കെതിരെ ശക്തമായ നടപടികളെടുത്തിരുന്നു. എന്നാൽ ശുപാർശകൾ അംഗീകരിക്കാത്തതിന്റെ പേരിൽ രാഷ്ട്രീയ നേതൃത്വത്തിലെ കണ്ണിലെ കരടാണ് ഇദ്ദേഹം. ഇവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി 6 മാസങ്ങൾക്ക് മുമ്പ് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങി. എന്നാൽ ഇതിനെതിരെ ട്രിബ്യൂണലിൽ നിന്ന് സ്റ്റേ ഉത്തരവ് ഇദ്ദേഹം സമ്പാദിച്ചു. ഇതിനുശേഷം DCC ജനറൽ സെക്രട്ടറി വ്യാജ പരാതിയുമായി രംഗത്തെത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുന്നതായി ഇദ്ദേഹം പറയുന്നു. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ യുവാവിനെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഒടുവിൽ SIക്ക് നേരെ ഉയർത്തിയ ആരോപണം. ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. എന്നാൽ ആരോപണം SI നിഷേധിക്കുന്നു. സംസാരങ്ങൾക്കെല്ലാം പിറകിൽ ഇവിടെയുള്ള ഒരു നേതാവാണ് എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞു. അയാൾ തന്നെയാണ് എല്ലാ ആളുകളെയും വിളിച്ചു പറയുകയും ഇങ്ങനെ SIക്കെതിരെ പറയണമെന്ന് പറഞ്ഞത് ഇവിടെയുള്ള സാധാരണക്കാരായ ആൾക്കാരും ആശുപത്രിയിൽ കൊണ്ടുപോയി എടുക്കുന്ന ആശുപത്രിയിലെ സ്റ്റാഫ് അടക്കം ഇത് കേട്ടവരൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു. PK ഫൈസലും അയാളുടെ അനുയായിയായിട്ടുള്ള കമറുദ്ദീനും കൂടി പറയിച്ചതാണ് എന്നുള്ളൊരു ബൈറ്റ് അയാൾ എൻ്റെ മുമ്പിൽ വെച്ച് വീഡിയോയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. യുവാവിനെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലെടുത്ത സുഹൃത്തും ഇത് ശരിവെക്കുന്നു. SIയെ സ്ഥലം മാറ്റാനാണ് തങ്ങളെ കൊണ്ട് പരാതി നൽകിച്ചതെന്ന് ഇദ്ദേഹം പറയുന്നു. സാറിനാന്ന് പറഞ്ഞാൽ ആരെല്ലാം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത്? സത്യസന്ധമായി ജോലി ചെയ്യാൻ അനുവദിക്കാത്തതിൽ മനംനൊന്ത് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ. ഇർഷാദ് പടന്ന, മീഡിയ 1, കാസർഗോഡ്.